നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാഹുകേതുക്കളുടെ രാശിസ്ഥിതിയും അതുമൂലമുള്ള ഗുണദോഷങ്ങളും പരിഹാരങ്ങളുമാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം മേടക്കൂറുകാരുടെ ഫലത്തെ പറഞ്ഞു, ഇന്ന് ഇടവക്കൂറുകാരുടെ ഫലത്തെ നമുക്ക് ഒന്ന് പ്രതിപാദിക്കാം. രാഹുകേതുക്കൾ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദോഷങ്ങളെയും ഗുണങ്ങളെയും ഒക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് അതിന് പരിഹാരം ചെയ്യുക നമുക്ക് ജീവിതത്തെ വിജയത്തിലെത്തിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൂടി വെക്കുക. ഇടവക്കൂറുകാരുടെ രാഹുകേതു ഗുണദോഷ ഫലങ്ങളെയും പരിഹാരങ്ങളെയും ചിന്തിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രാഹു 11ലും കേതു 5ലുമാണ്. രാഹു ഗുണപ്രദമായിട്ടുള്ള രാശിയിലാണ്. അതുകൊണ്ട് തന്നെ 11ൽ സഞ്ചരിക്കുന്ന രാഹു ഉന്നത സ്ഥാനപ്രാപ്തിയൊക്കെ കരസ്ഥമാക്കാൻ സഹായിക്കും. സത്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മൂത്ത സഹോദരങ്ങളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നുമൊക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പുതിയ വീടൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യമുണ്ട്. വീട് നിർമ്മാണമൊക്കെ ആലോചിക്കുന്നവർക്ക് അതിനും സാഹചര്യം ഉണ്ടാകും. നാൽക്കാലി ലാഭവും ഗുണഫലമായി പറയണം. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ ലഭിക്കാം. കലാകാരന്മാർക്കും ഉന്നത ബഹുമാന സിദ്ധി ഫലമായി പറയണം. എന്നാൽ ഇടത് ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കരുതലെടുക്കുക. കേതു 5ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ സന്താനങ്ങൾക്ക് അല്പം ദോഷകാലം പറയേണ്ടിയിരിക്കുന്നു. സന്താനങ്ങൾ നിമിത്തം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇടവക്കൂറുകാർക്ക് വിവേകശക്തി കുറയുക, പ്രജ്ഞാശക്തി കുറയുക എന്നിവയും ദോഷഫലമായി പറയണം. മാനസിക പിരിമുറുക്കം പോലെയുള്ള കാര്യങ്ങളും ദോഷഫലമായി പറയണം. രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിഷമങ്ങൾ നേരിടേണ്ട അവസ്ഥയുണ്ടായേക്കാം. അപമാനം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. കൂടാതെ സർക്കാരിൽ നിന്ന് കഷ്ടനഷ്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. പല വിധത്തിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരാം. കേതുവിന്റെ സ്ഥിതി മൂലം തീയിലകപ്പെട്ട വ്യക്തിയെ പോലെ എപ്പോഴും വെന്തുരുകേണ്ട സാഹചര്യം ഉണ്ടാകാം. സമചിത്തതയോടുകൂടി പെരുമാറിയാൽ രാഹുവിന്റെ സദ്ഫലങ്ങൾ ജീവിതത്തെ ധന്യമാക്കും. ദോഷപരിഹാരമായി ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. കൂടാതെ ശാസ്താവിന് നീരാഞ്ജനം നടത്തുക, സർപ്പങ്ങൾക്ക് 100 പാലും നടത്തുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കേതുവിന് ദോഷപരിഹാരമായി ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക, മറ്റ് ഗണപതിക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൂടാതെ 9 വെള്ളിയാഴ്ചകളിൽ നാളികേരം ഉടയ്ക്കുക. വെള്ളിയാഴ്ച ദിവസം നാരങ്ങാനീര്, ഉപ്പോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ ജലത്തിൽ ചേർത്ത് സേവിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദോഷപരിഹാരമായിട്ട് ഇടവക്കൂറുകാർ ചെയ്യേണ്ടത്. എല്ലാ ഇടവക്കൂറുകാർക്കും രാഹുകേതുക്കളുടെ ഗുണഫലങ്ങൾ ലഭിക്കുകയും ദോഷങ്ങൾ ഇല്ലാതാകുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് മിഥുനക്കൂറുകാരുടെ രാഹുകേതു രാശിസ്ഥിതി മൂലമുള്ള ഗുണദോഷങ്ങളെയും ചിന്തിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മിഥുനക്കൂറുകാരുടെ രാഹുകേതു ഗുണദോഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.